ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ട് ബുർജിയാണ്. ഒരു സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ രണ്ട് പച്ചമുളകും ഒരു കരിവേപ്പിലയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളതൊന്ന് മെല്ലെ വഴറ്റിയെടുക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ള മസാല അതിനകത്തേക്ക് ചേർക്കാതെ 6 മുട്ട കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ മസാല വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ എരിവൊന്നും പാടില്ലാത്ത കാരണമാണ് നമ്മൾ മുട്ട എടുക്കുമ്പോൾ ഉള്ളി വേണമെങ്കിൽ ഒരു ഉള്ളിയോ 1.5 ഉള്ളിയോ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കുന്നുണ്ട്. മല്ലിയില അതിനകത്ത് ചേർക്കാനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മതി. കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. എരിവൊക്കെ നല്ലോണം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് പച്ചമുളകും കുരുമുളകിൻ്റെ പൊടിയും ഒക്കെ കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചതച്ച മുളകും ചേർക്കാം. ഞാൻ ഇതിനകത്ത് അതൊന്നും ചേർക്കുന്നില്ല, എരിവ് വേണ്ടാത്തതായതുകൊണ്ട്. മുട്ട പൊട്ടിച്ചത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്കും കൂടി ചെയ്യും. ഒരല്പം പാലൊഴിച്ച് കൊടുക്കും കേട്ടോ. നമ്മുടെ സാദാ പാൽ കുറച്ച് ഒരു 2-2.5 സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും, സ്വാദുമാണ്. പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. മൊരിയിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പകുതി മല്ലിയില, കുറച്ച് മല്ലിയില ഞാൻ ഇട്ടിട്ടുള്ളൂ. ലാസ്റ്റ് നമുക്ക് ബാക്കിയുള്ള മല്ലിയിലയും കൂടി തൂവി സെർവ് ചെയ്യാനെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ശരി.